പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 56-ാം വാക്യം, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് രക്ഷിക്കാനാ, നശിപ്പിക്കാനല്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ലോകത്തിൽ അനേകർ നശിപ്പിക്കാൻ ഇറങ്ങി വരുമ്പോൾ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ തമ്പുരാൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ പോലും നിങ്ങൾ സ്നേഹിക്കണം. ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നോട് തെറ്റ് ചെയ്തവരോട്, തനിക്ക് ദ്രോഹം ചെയ്തവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, അവരോട് ക്ഷമിച്ചു. അതാ ദൈവത്തിൻ്റെ സ്നേഹം. ഇവിടെ നോക്ക്, ശിഷ്യന്മാർ ഹല്ലേലൂയ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ അവരെ കൈക്കൊള്ളാത്തത് കൊണ്ട് ഹല്ലേലൂയ യാക്കോബും യോഹന്നാനും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കണം, ഞങ്ങൾക്കതിന് സമ്മതം തരണം എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിൽ ഉള്ളവരാ? ഒരു കാലഘട്ടത്തിൽ ഏലിയാവ് തീ ഇറക്കി ഹല്ലേലൂയ ജനത്തെ നശിപ്പിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മെ അതിനുവേണ്ടി അല്ല വിളിച്ചത്. നമ്മെ വിളിച്ചത് ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനാ. അതുകൊണ്ട് പ്രതികാരമോ ശിക്ഷാവിധിയോ നമ്മുടെ വേലയല്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം അങ്ങനെയുള്ള ഒരു കൃപ നൽകുമാറാകട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. കാരണം നമ്മുടെ കർത്താവ് വന്നത് തന്നെ നശിപ്പിക്കാനല്ല, പകരം വീട്ടാനല്ല. പിന്നെയോ ബൈബിൾ പറയുന്നു അവൻ രക്ഷിപ്പാനാണ് വന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷേ ലോകം കൈക്കൊണ്ടില്ലെങ്കിലും ആ ലോകത്തെ ദൈവം സ്നേഹിച്ചു. ഈ കൃപാ യുഗത്തിൽ നമുക്കും അത് വെളിപ്പെടുത്താം. പക്ഷേ ഒരു കാലഘട്ടം ഇതാ വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം ലഭിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം. ആ ദിവസം വരുന്നതിന് മുമ്പ് നമ്മെ ഏൽപ്പിച്ച വേല നമുക്ക് ചെയ്യാം. ദൈവിക സ്നേഹത്തെ വെളിപ്പെടുത്താം, ദൈവകൃപയെക്കുറിച്ച് സംസാരിക്കാം, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, ദീർഘക്ഷമയെക്കുറിച്ച് നമുക്ക് പറയാം. ഹല്ലേലൂയ. അന്ത്യകാലമായതുകൊണ്ട് അനേകർ യേശുവിലേക്ക് വരുവാൻ അത് മുഖാന്തരമായി തീരട്ടെ. മനുഷ്യപുത്രൻ വന്നത്, കർത്താവ് വന്നത് നിങ്ങളെ രക്ഷിപ്പാനെന്ന് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം. നമുക്ക് ദൈവസ്നേഹത്തെ പകരാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഇരുട്ട് വരുന്നു, ഒരു രാത്രി വരുന്നു. അന്ന് എല്ലാ അഹങ്കാരികളും ഹല്ലേലൂയ താളടിയായി പോകും. ഹല്ലേലൂയ അഗ്നി തീച്ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ദിവസമാണ്, അന്ന് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ ദിവസമാണ്. ആ ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം എന്നൊരു ദൂത് നമുക്ക് കൈമാറാം. യേശു കർത്താവ് വന്നത് രക്ഷിപ്പാനാ, നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. വീണ്ടും തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു കർത്താവ് വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാ. ലോകം പലതിനെയും ഹല്ലേലൂയ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ യേശു കർത്താവ് വന്നു. പ്രിയരെ, ഇന്ന് രാവിലെയും നമ്മുടെ കർത്താവിൻ്റെ ആ ഒരു ദൈവിക പദ്ധതി നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അനുഗ്രഹം, നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട അധികാരം, നഷ്ടപ്പെട്ട ദൈവമഹത്വം ഹല്ലേലൂയ ദൈവം തിരിച്ചു തരാൻ വന്നതാ, കണ്ടെത്താൻ വന്നതാ. ഒരിക്കൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറെങ്കിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, കർത്താവേ നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയി, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന, തിരഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും കർത്താവ് ഇങ്ങനെ പറയുന്നു, പിശാച് വന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിക്കുവാനാ. അവൻ അറക്കാൻ വന്നതാ, അവൻ മുടിക്കാൻ വന്നതാ, അല്ലെങ്കിൽ എല്ലാത്തിനെയും അലങ്കോലമാക്കാൻ വന്നതാ. എന്നാൽ പ്രിയരെ, യേശു കർത്താവ് വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാ, അത് സമൃദ്ധിയായിട്ടുണ്ടാകാനാ. അലങ്കോലമാക്കി കളയാൻ പിശാച് ശ്രമിച്ചതിനെ ഒരു അലങ്കാര വിഷയമാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. ഈ ഭൂമിയിൽ വന്നത് നമ്മെ അലങ്കോലം ആക്കാനല്ല, ഒരു അലങ്കാര വിഷയമാക്കി മാറ്റാനാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, നിൻ്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് തൈകൾ, നിൻ്റെ പുത്രിമാർ അരമനയുടെ മാതിരി കൊത്തിയ
മൂലത്തൂണ് പോലെ ഇരിക്കും. ഒരു മൂലത്തൂൺ എങ്ങനെ അലങ്കരിക്കുന്നു അതുപോലെ ദൈവം നിന്നെ അലങ്കരിക്കും. ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും തന്നെ ചമയിക്കാൻ പറ്റാത്തതുപോലെ നിന്നെ ഏറ്റവും നന്നായി ചമയിക്കും, നിന്നെ അലങ്കരിക്കും. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. അവൻ കടന്നു വന്നത് എല്ലാം അലങ്കോലമായി കിടക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് നിന്നെ വിടുവിച്ച് നിന്നെ ഒരു അലങ്കാര വിഷയമാക്കി മാറ്റാനാ. പ്രിയരെ, ഇന്ന് രാവിലെ ഒന്ന് ഏറ്റു പറയുമോ? ഹല്ലേലൂയ. കർത്താവ് വന്നത് നശിപ്പിക്കാനല്ല. കർത്താവ് വന്നത് യോഹന്നാൻ 3:17 നാം വായിക്കുന്നു, മനുഷ്യപുത്രൻ വന്നത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാൻ വേണ്ടി അത്ര. യേശു കർത്താവിൻ്റെ ഈ വരവിനകത്തെ ഉദ്ദേശം അലങ്കോലമായതിനെ അലങ്കാരമാക്കാൻ, നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞു കണ്ടെത്താൻ, ഹല്ലേലൂയ, നാശത്തിലേക്ക് പോകേണ്ടതിനെ രക്ഷിപ്പാൻ, ഇതിനു വേണ്ടിയാണ് കർത്താവ് വന്നത്. പ്രിയരെ, ഈ കൃപായുഗത്തിൽ നമുക്കതൊന്ന് പ്രസംഗിക്കാം, നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാം, നമുക്കത് മറ്റുള്ളവരോട് പറയാം. അവർ യേശുവിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത, രക്ഷിപ്പാൻ കഴിയാത്ത അന്ധകാര യുഗത്തിൽ നിന്ന് അവരെ വിടുവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഈ വചനം കേട്ടതിൻ്റെ മക്കളെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നീ ഇവരെ രക്ഷിക്കണം. തീച്ചൂളയ്ക്കകത്ത് പോകാൻ അനുവദിക്കരുതേ. നഷ്ടപ്പെട്ടതിനെ ഇവർക്ക് മടക്കി കൊടുക്കണേ കർത്താവെ. അതുപോലെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനകത്ത് അലങ്കോലമാക്കി ശത്രു മാറ്റിയതിനെ, ശത്രു തകർത്ത് കളഞ്ഞതിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി ഒരു അലങ്കാര വിഷയമാക്കി മാറ്റണം. ഇവരുടെ കുടുംബത്തിനകത്തും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്ത എല്ലാവരെയും ക്രിസ്തീയമായ ആ സ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കണം. ദൈവിക രക്ഷ പ്രാപിപ്പാൻ ഇവരെ ഇടയാക്കണം. കൃപയാൽ നിറയ്ക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.